മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. വേനൽക്കിനാവിന്റെ ചെപ്പിൽ വീണുമയങ്ങുമെൻ മുത്തേ, നിന്നെ തഴുകിത്തലോടാൻ നിർവൃതിയോടെ പുണരാൻ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം. മേലെ മേലെ മാനം മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തംബ്നെയിൽ കണ്ടപ്പോഴും ഇതുവരെയുള്ള വീഡിയോ കണ്ടപ്പോഴും മനസ്സിലായി കാണുമല്ലോ. ഇനി ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രോ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ April 1 അവളുടെ ബർത്ത്ഡേ. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് വിഷ് ചെയ്തു. എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ്. അപ്പോൾ ആമിക്കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് April 1. പിന്നെ നമ്മൾ മലയാള മാസം നോക്കുമല്ലോ, അങ്ങനെ വരുമ്പോൾ April 9 ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും ഞാൻ ഈ 2 ദിവസം ആഘോഷിക്കാറുണ്ട്. ഒരു ദിവസം നമ്മൾ ഫാമിലി മെമ്പേഴ്സും ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മൾ റിലേറ്റീവ്സിനെ എല്ലാവരും വിളിച്ചിട്ട് ആഘോഷിക്കും, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. എല്ലായ്പ്പോഴും അങ്ങനെയല്ല, ചില വർഷങ്ങളിൽ നന്നായിട്ട് ആഘോഷിക്കാറുണ്ട്. നമ്മുടെ സൗകര്യവും മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ്. എന്നാലും ഒരു വർഷം പോലും നമ്മൾ ആഘോഷിക്കാതെ പോവാറില്ല കേട്ടോ. കാരണം വേറെ എന്തൊക്കെ ഞാൻ മറന്നു പോയാലും ഇത് ഞാൻ ആഘോഷിക്കാതിരിക്കില്ല. പിന്നെ ഒരു ദിവസം നമ്മൾ മാത്രം, അതായത് ഞാൻ, ആമി, നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമായിട്ടൊരു ചെറിയൊരു കേക്ക് കട്ടിങ്ങോ ചെറിയൊരു സദ്യ. പിന്നെ നമ്മളത് എന്തെങ്കിലും പുറത്തായിരിക്കെങ്കിലും ഏതെങ്കിലും ഓർഫനേജിലോ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അവൾ ജനിച്ച അവളുടെ ആദ്യത്തെ ബർത്ത്ഡേ, ആദ്യത്തെ പിറന്നാൾ മുതൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഫംഗ്ഷൻ നടക്കുന്നത് March 31 കേട്ടോ. April 1 ആഘോഷിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എൻ്റെ ഡ്യൂട്ടി അത്ര എനിക്ക് കൺഫേം ആയിരുന്നില്ല. കാരണം ഇവിടെ റമദാൻ്റെ PH ആയിരുന്നു. അപ്പോൾ ഡ്യൂട്ടിയും ചിലപ്പോൾ ചേഞ്ചസ് ആവും. പെട്ടെന്നായിരിക്കും നമുക്ക് കോള് വരിക. അപ്പോൾ ഞാൻ വിചാരിച്ചു March 31 മോർണിംഗിലാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. കാരണം March 30 ഞങ്ങളെല്ലാവരും കൂടെ ആമിക്കുട്ടിക്ക് മാമൻ്റെ വക ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, സൈക്കിൾ. അത് വാങ്ങാനൊക്കെ പോയി. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. അതായത് ഒരു 12 മണി ആ സമയമായപ്പോഴാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഓക്കെ എന്നാൽ നമുക്ക് നാളെ വൈകുന്നേരം ആഘോഷിക്കാമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ചേച്ചിക്കും ഡ്യൂട്ടി ഉണ്ട്, പിന്നെ എല്ലാവരും തിരക്കാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനം എടുത്തു. അതുകൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടായില്ല.
പിന്നെ ഫുഡായാലും ഒന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫംഗ്ഷൻ നൈറ്റ് ആണെങ്കിൽ ഞങ്ങൾ 3 മണിക്ക് പോയിട്ടാണ് ഫുഡൊക്കെ പുറമെന്ന് ഓർഡർ ചെയ്യുന്നതും കേക്ക് വാങ്ങുന്നതെല്ലാം. പിന്നെ ആമിക്കുട്ടിയുടെ വീഡിയോസ് കുറച്ച് എടുക്കാനുണ്ടായിരുന്നു, സൈക്കിൾ ഓടിക്കുന്നത് പാർക്കിൽ പോയിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ പോയി കേട്ടോ. ആ നേരം കൊണ്ട് ഇവിടെ ചേച്ചിയും എൻ്റെ അനിയനും ബ്രദറും എല്ലാവരും കൂടിയിട്ട് അവരാണ് കേട്ടോ, അച്ചുവൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അത് ശരിക്കും സന്തോഷം തോന്നി. കാരണം ഞാൻ അത്രയും തിരക്കിൽ ആ ഒരു അവസാന നിമിഷത്തിലാണ് ഇതെല്ലാം ഓർഡർ ചെയ്യാനും കാര്യങ്ങളൊക്കെ. കേക്കിന് തന്നെ ഞാൻ എത്ര ഷോപ്പുകൾ കയറി ഇറങ്ങിയിട്ടാണെന്നറിയാം എനിക്ക് കേക്ക് കിട്ടിയത്. കാരണം റമദാൻ ആയതുകൊണ്ട് ഇവിടെ കേക്കുകളൊന്നുമില്ല, ഒന്നാമത് സ്റ്റാഫ് ഇല്ലാഞ്ഞിട്ടും പിന്നെ എല്ലാം ഓർഡർ പോയി. അപ്പോൾ അവസാനത്തെ ഒരു കടയിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷേ അത് ആമിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടൊരു കേക്ക് തന്നെ കിട്ടി, അത് ഭയങ്കര സന്തോഷം. പക്ഷേ കേക്ക് കുറച്ച് കളർ കൂടിയൊന്നൊരു ഡൗട്ട്. കേക്ക് കഴിച്ചിട്ട് കിത്തൂരിൻ്റെ നാക്കിലൊക്കെ നിറയെ കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക്. അപ്പം അങ്ങനെ നമ്മൾ അന്ന് ഫംഗ്ഷൻ നടത്തി. പിന്നെ എന്തായിരുന്നു, പിന്നെ ഫുഡൊക്കെ ഞാൻ എസ്റ്റോയിലാണ് ഓർഡർ ചെയ്തത്. ഇത് മട്ടൻ കറി, പിന്നെ ബീഫ്, പിന്നെ ഫ്രൈഡ് റൈസ്, പിന്നെ ചില്ലി ചിക്കൻ, പിന്നെ തന്തൂരി നാൻ, ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് അവർ തന്നെ നമുക്കിവിടെ ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് അവിടെ പോയിട്ട് ചെയ്തതായതുകൊണ്ട് അവരിവിടെ വന്നിട്ട് കൊണ്ടുതന്നു. പിന്നെ എന്തായിരുന്നു, പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. കിത്തൂട്ടിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കിത്തൂട്ടിന് നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ജൂണിലാണ് കിത്തൂട്ടിൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ കിത്തൂട്ടൻ നാളെ നാട്ടിൽ പോവാണ്. അതായത് ഏപ്രിൽ 10-ന് രാജേഷൻ്റെ അച്ഛനമ്മയും നാട്ടിൽ പോയി. അതായത് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഈ ദിവസം അച്ഛനമ്മയും തിരിച്ചു പോയി. നാളെ കിത്തൂട്ടിനും നാട്ടിൽ പോവാണ്, കിത്തൂട്ടിനും പ്രേചാരനും നാട്ടിൽ പോവാണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ നാട്ടിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു എന്താ പറയുക, ഒരു അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. പിന്നെ ആയിരിക്കുന്ന സ്ലൈമും ആ പപ്പി പൂച്ചക്കുട്ടിയാണത്, അത് വല്യമ്മ കൊടുത്തതാണ്, വല്യമ്മയുടെയും വലിയച്ഛൻ്റെയും ഗിഫ്റ്റാണ്. പിന്നെ ഈ ക്യാമറ, വാച്ച്, അതൊക്കെ ആമിക്കുട്ടിക്ക് എൻ്റെ ആ ഒരു 10 ഗിഫ്റ്റിൽ പെട്ടതാണ് കേട്ടോ. ആമിക്കുട്ടിയുടെ ഓരോ ബർത്ത്ഡേക്കും ഞാൻ കൊടുക്കാറുള്ളതാണ്, എത്രയാണ് അവളുടെ ഏജ് ആ ഗിഫ്റ്റ്. ഇത് വിഷ്ണുമാമൻ്റെ, അതായത് ആമിക്കുട്ടിയുടെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റായിരുന്നു. പിന്നെ പാദസരം എൻ്റെ അടുത്ത് കുറേ ആയിട്ട് പറയുന്നതായിരുന്നു. അപ്പോൾ അതും ഞാൻ ഈ ബർത്ത്ഡേ ആവട്ടെ എന്നിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും ആക്കി കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ, അതായത് ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഡ്യൂട്ടിയുടെ പ്രശ്നങ്ങൾ, പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരും, അതായത് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന, ഇപ്പോൾ എൻ്റെ ഫാമിലി തന്നെയാണ്, അവർക്കായാലും വരാനും എല്ലാത്തിനുള്ള ഒഴിവുണ്ടാവണം, എനിക്കിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുള്ള ടൈം ഉണ്ടാവണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയില്ല. പെട്ടെന്നുള്ളതുകൊണ്ട് ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തു. എന്തിനാ ഈ ക്യാമറാമാനെ വരെ, അതുവരെ എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ എനിക്ക് പെട്ടെന്നൊരു ഇത് തോന്നിയതാണ്, ആമിക്കുട്ടിയുടെ ഗിഫ്റ്റും സൈക്കിളും അതൊക്കെ കൂടിയിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന്. അവരെ വരെ എനിക്ക് പെട്ടെന്ന് എനിക്ക് കിട്ടി. അവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിതെല്ലാം ചെയ്തത് അവരാണ്. പിന്നെ എൻ്റെ ഫാമിലി, അവരും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു, എല്ലാം അറേഞ്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും നല്ല രീതിയിൽ എനിക്ക് ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ഹാപ്പി. കൂട്ടത്തിൽ അച്ഛനും അമ്മയും ഇവിടെ ഉള്ളത്. ലാസ്റ്റ് ബർത്ത്ഡേ ആമിക്കുട്ടി നാട്ടിൽ ആഘോഷിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണത്തെ ബർത്ത്ഡേക്ക് അച്ഛനും അമ്മയും ഇവിടെ ഉള്ള ടൈമും ആയിരുന്നു. അപ്പോൾ അതും സന്തോഷം. അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, 2-3 ദിവസം മുന്നേ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല, പെട്ടെന്നാണ് അന്ന് ഈവനിങ്ങിലാണ് അമ്മ പറയുന്നത് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്നൊരു കേക്ക് കട്ട് ചെയ്തു. പിന്നെ ആമിക്കുട്ടിക്ക് ഗിഫ്റ്റ് വാങ്ങുന്ന കൂട്ടത്തിൽ അച്ഛനൊരു കുട്ടി ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ബീഹാറിൽ ഒരു ഗ്രാമത്തിലുള്ള കുറച്ച് കുട്ടികളാണ്. അവർക്ക് ഇതൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഇവർക്ക്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാ വർഷവും നമ്മൾ ചെയ്യാറുള്ളതാണ്. ഇവർക്കല്ല, നമ്മൾ ഓരോ ചിലപ്പോൾ നാട്ടിൽ കൊടുക്കുന്ന 1-2 കാളത്തോട്, പിന്നെ വേറൊരു സ്ഥലം കൂടി ഉണ്ട്, എനിക്ക് അതിൻ്റെ പേര് ഓർമ്മയില്ല. അങ്ങനെ 1-2 ഓർഫനേജൊക്കെ നമ്മൾ കൊടുക്കാറുള്ളതാണ്. ചിലപ്പോൾ അത് എല്ലാവർക്കും അറിയണമെന്നില്ല. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ, ഈ വീഡിയോ ഒക്കെ ഇട്ട് കാണുമ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടോ ഇവളിപ്പോൾ ഇതെന്താ, ഇതൊക്കെ ഇത്ര ആർഭാടാണോ, അല്ലെങ്കിൽ ഇതൊക്കെ എന്താണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ. പക്ഷെ എന്നെ അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവുമായിരിക്കും. നമ്മളിത് ആമിക്കുട്ടിയുടെ 1ാമത്തെ ബർത്ത്ഡേ മുതലേ ചെയ്തു വരുന്നതാണ്. ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ സേവിങ്സിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചിലവാക്കുന്നൊരു ചെറിയൊരു എമൗണ്ട് മതി നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ചെറിയൊരു സഹായം ചെയ്യാനായിട്ട്. അതിപ്പോൾ ഒരു ഡയാലിസിസ് പേഷ്യൻറ്റിന് ഒരു ചെറിയൊരു എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ പോലും അവർക്കത് ഭയങ്കര ഉപകാരമാണ്. അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യുക. അത് ഏതെങ്കിലും കാലത്ത് നമുക്കത് ഒരു ഉപകാരമായിട്ട് വരും.
ആരെങ്കിലും നമുക്ക് അത്രയും പറ്റാത്തൊരു സമയത്ത് നമ്മളെ സഹായിക്കാനും അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരിക്കും. ഇന്ന് കാണുന്ന പോലെ ആവണമെന്നില്ലല്ലോ നമ്മൾ എന്നും. അപ്പോൾ ഇതൊക്കെയാണ് ആമിക്കുട്ടിയുടെ പിറന്നാളിൻ്റെയും ബർത്ത്ഡേയുടെയും വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ, നമ്മുടെ ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പിന്നെ അച്ഛനും അമ്മയും വന്നതിൻ്റെ വിശേഷങ്ങളുണ്ട്, 1 മാസം അവരോട് ഉണ്ടായിരുന്നു, അതിൻ്റെ വിശേഷങ്ങളുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ.